മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഉയർന്നു വന്ന വിഷയങ്ങൾ പലതരത്തിൽ അതിനെ കാണാം. ഏറ്റവും ഒടുവിൽ അതൊരു ചെറിയ കുടുംബ പ്രശ്നമാണ് എന്ന രൂപത്തിൽ അത് മാറ്റിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാപ്പ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ തുടരാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ചോദ്യമില്ല. ഭാര്യ വന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞാൻ 1000 പേരെ പ്രേമിച്ചാലും എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി, അത് ചെറിയൊരു പ്രശ്നമാണ്. പക്ഷേ 2-3 ചോദ്യങ്ങൾ അത് സംബന്ധിച്ച് നിയമപരമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, മന്ത്രിയുടെ ഭാര്യ ആ വീട്ടിൽ ചെല്ലുകയും സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന അവിഹിതം, അത് അവരുടെ ഇഷ്ടം, അത് ശ്രമിക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുമെങ്കിൽ കഴിയട്ടെ. പക്ഷെ അതിനേക്കാളും പ്രശ്നം അവരെ ആക്രമിച്ചു എന്നുള്ളതാണ്. അവരുടെ കൈ പിടിച്ചു വലിച്ചു, അവരെ വാതിലിട്ട് അടച്ചു, അവരുടെ ഫോൺ വാങ്ങി ഉപയോഗിച്ചു, അവരോട് മോശമായി പെരുമാറി പേഴ്സണൽ സ്റ്റാഫ്. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ വിഷമിച്ചിട്ട് അവര് പഴയ DGP ശ്രീലേഖയെ വിളിക്കുകയും അവരുടെ ഉപദേശപ്രകാരം 112 എന്ന നമ്പർ, മലയാളികൾക്ക് 112 നമ്പർ എന്തായാലും ഇപ്പൊ മനസ്സിലായി, 112 വിളിക്കുകയും പോലീസുകാർ വരികയും ചെയ്തു. ഇനിയാണ് ഇതിലെ നിയമപ്രശ്നം. 112 വിളിച്ച് ഒരു വീട്ടിലേക്ക് പോലീസുകാർ വന്നാൽ എന്തിനാണ് വിളിച്ചത്? പോലീസുകാർ വളരെ വിചിത്രമായാണ് പെരുമാറിയത്. ഇത് മന്ത്രിയുടെ വീടായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ പോവുകയാണെന്നാണ്. അങ്ങനൊരു നിയമമുണ്ടോ? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എവിടെയെങ്കിലും മന്ത്രിയുടെ വീട്ടിൽ പോലീസിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയാമോ? ഇന്നസെന്റിന്റെ കഥാപാത്രം പറയുന്നത് പോലെ പോലീസുകാർക്ക് എന്താ കാര്യം എന്ന് ചോദിക്കണ മാതിരി അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇല്ല. അവർ വന്ന സ്ഥിതിക്ക് ഇവരുടെ മൊഴി എടുക്കണ്ടേ? ഇവരെ ആക്രമിച്ചു എന്ന മൊഴിയെടുത്താൽ അവർക്കെതിരെ FIR ഇടണ്ടേ? ഈ സ്ത്രീയുടെ പരാതി കിട്ടിയാൽ FIR ഇടണം. ആ സ്ത്രീ ഇവിടെ മൊഴിയാണ്. ആ സ്ത്രീ പബ്ലിക്കായി ഇവിടുത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പല മാധ്യമലേഖകരും നേരിട്ട് തന്നെ പോയി റെക്കോർഡ് ചെയ്തതാണ്. അത്രയും നേരം ഈ മൊഴിയൊക്കെ ഉണ്ടായിട്ടും ഒരു FIR പോലും ഇടാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല? ഇതെങ്ങനെയാ സംഭവിക്കുക? ഇത് ഒത്തുതീർപ്പാക്കാം നാളെ എന്ന് തീരുമാനിച്ച് ഇന്ന് FIR ഇടാതിരിക്കും. FIR ആദ്യമേ ഇടണ്ടേ? ഒരാളൊരു പരാതി പറഞ്ഞു, അവിടെ പ്രകൃതത്തിൽ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് പല പ്രശ്നം കാണുന്നു. അത് കഴിഞ്ഞ് അവർ പ്രശ്നം കണ്ട് അവിടെ നിർത്തുകയല്ല, അവർ മാധ്യമങ്ങളോട് പറയുന്നു. ഞാനിത് ഓർക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വളരെ വിചിത്രമായ, അല്ലെങ്കിൽ ആർക്കും സ്വീകാര്യമല്ലാത്തൊരു ക്യാരക്ടറാണ്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടുകയും വേണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തോതിൽ ഒരു വാർത്ത വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു SIT പ്രഖ്യാപിക്കുകയും അത് അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്യുകയും പരാതിയുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് നടക്കുകയും ചെയ്തു. കുറേ മടിച്ചിട്ടാണ് പെൺകുട്ടികൾ രാഹുലിനെതിരെ പരാതിക്ക് വന്നത്. കാരണം അത് സ്വാഭാവികമാണ്. ഇയാൾ വലിയ ശക്തനായ ഒരാളാണ്, ഇയാൾക്കെതിരെ പോയാൽ വലിയ പുലിവാൽ ഉണ്ടാവുമെന്ന് അറിയാൻ. എന്തായാലും അവസാനം പരാതി കിട്ടി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസെടുത്തു. അത് പോലീസിന്റെ ജോലിയാണ്, അതാണ് പോലീസിന്റെ ജോലി. പക്ഷെ ആ പോലീസിന്റെ ജോലി ഇവിടെ നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം അത് കോംപ്ലിമെന്റ്സ് ആയി എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പോഴാണ് അത് സംബന്ധിച്ച പുതിയ വാർത്തകൾ വരുന്നത്. പുതിയ വാർത്തകൾ എന്താ? ഒന്ന്, 2 സഹകരണ സ്ഥാപനങ്ങൾ, കേരളത്തിലെ 2 പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ, കേരാഫെഡും മിൽമയും, ആ 2 സ്ഥാപനങ്ങളുടെ കുറെ കരാറുകൾ ആർക്ക് കൊടുത്തു? ഈ ബിന്ദു എന്ന് പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ കമ്പനിക്ക് കൊടുത്തു എന്നാണ് ഇപ്പം കേൾക്കുന്നത്. ടെൻഡറില്ല, ഒരു ധാരണാപത്രം പോലും ഇല്ല, ഒരു ഒരു ഇൻട്രസ്റ്റ് ലെറ്റർ പോലുമില്ല, ഒന്നുമില്ല, താല്പര്യപത്രം പോലുമില്ല. എങ്ങനെയാ കൊടുത്തേ? അത് അന്വേഷിക്കണ്ടേ? അത് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ ഈ അമ്മ വഴക്കുണ്ടാക്കിയത്? അത് കിട്ടാന്ന് പറഞ്ഞപ്പോഴാണോ കോംപ്ലിമെന്റ്സ് ആയത്? നമുക്കറിയണ്ടേ ഇത് കാര്യം? അതാണല്ലോ പ്രശ്നം. ഇത് നാട്ടുകാരുടെ സഹകരണ വകുപ്പിന്റെ നാട്ടുകാരുടെ പണം എടുത്തിട്ട് ഗണേഷ് കുമാറിന്റെ വിഹിതോ എന്തോട്ടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ വരേണ്ടത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാൻ തയ്യാറായോ? ഇതേ പ്രശ്നം ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി ഉന്നയിച്ചല്ലോ മുമ്പ്, ഉമ്മൻചാണ്ടി മന്ത്രിയായിരിക്കുമ്പോൾ. യാമിനി തങ്കച്ചി അത് ഉന്നയിച്ചപ്പോൾ അന്ന് എന്തായിരുന്നു സഖാവ് പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട്? അത് പഴയ വിജയൻ, ഇത് പുതിയ വിജയനുമാണ്. പഴയ വിജയൻ പുതിയ വിജയൻ അദ്ദേഹം തന്നെ പറയാറുണ്ടല്ലോ. അന്ന് പഴയ വിജയൻ എന്താ പറഞ്ഞേ? ഒരു പെണ്ണുപിടിയനെ, പരനാറിയെ
സംരക്ഷിക്കുകയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. നാണമുണ്ടെങ്കിൽ അവൻ ഇറക്കി വിടണം, അവനെ പുറത്താക്കണം എന്ന് ഉറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. അതേപോലെ ഒരു പരാതി ഇപ്പോ യാമിനി തങ്കച്ചിയുടെ പരാതിയിൽ പോലും ഇപ്പോൾ കേസെടുക്കാം. നിൽക്കട്ടെ, ഇങ്ങോട്ട് പരാതി വന്നപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം പരനാറിയല്ലാതായി, മഹാനുഭാവനായി, അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമായി, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കുടുംബ പ്രശ്നം തർക്കമാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അർത്ഥത്തിൽ കുഴപ്പത്തിലായോ മുഖ്യമന്ത്രിക്ക് എന്തേ ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത്? അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴെന്താ ബാധകല്ലേ? അപ്പോ നാട്ടുകാരുടെ പണമെടുത്ത് അല്ലെങ്കിൽ നാട്ടുകാർക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ സ്വാഭാവികമായും മറ്റാർക്കോ കിട്ടേണ്ട, മറ്റാർക്കോ എന്ന് ഞാൻ പറഞ്ഞത് ടെൻഡർ വിളിച്ചാൽ വേറെ ആർക്കെങ്കിലും കിട്ടാം, ധാരണാപത്രം ഉണ്ടാക്കണമെങ്കിൽ വേറെ ആൾക്ക് കിട്ടാം, താല്പര്യപത്രം ഉണ്ടെങ്കിൽ അത് വേറെ ആൾക്ക് കിട്ടാം, താല്പര്യപത്രമൊക്കെ മേടിക്കണ്ടേ ഒരു കരാറ് കൊടുക്കാൻ? അങ്ങനെ അല്ലാതെ കരാറ് കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ മന്ത്രിസഭയെ രക്ഷിക്കാൻ, തൻ്റെ മന്ത്രിയെ രക്ഷിക്കാൻ ഈ രാജ്യത്ത് പണവും അധികാരവും ഉപയോഗിക്കുന്ന ആൾ എന്ന രീതിയിലായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇനിമേൽ അറിയപ്പെടുക. അതുകൊണ്ട് തന്നെയാണ്, ഇതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഗണേഷ് കുമാർ രാജിവെക്കുക തന്നെ വേണം എന്നാവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതായതുകൊണ്ട് ഇപ്പൊ രാജിവെച്ചാൽ പിന്നെ മത്സരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. രാജിവെച്ചാൽ കുറ്റം സമ്മതിക്കലാണ്. പക്ഷേ അത് ചെയ്യാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്ന വളരെ ലളിതമായ ചോദ്യം, ആ ചോദ്യത്തിന് പ്രതിപക്ഷം ചോദിക്കാൻ അവകാശമുണ്ട്. ഉത്തരം പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നറിയില്ല. എന്തായാലും ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന് തീർച്ചയാണ്.